മൂന്നാർ ഇന്റഗ്രൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി നബാർഡിന്റെ സഹകരണത്തോടെ കാർഷിക മേഖലയിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മൂന്നാർ VSS ഹാളിലായിരുന്നു ശില്പശാല നടന്നത്. ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും നിലവിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്ന മികച്ച സമ്പ്രദായങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുമായിട്ടായിരുന്നു മൂന്നാർ ഇന്റഗ്രൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി നബാർഡിന്റെ സഹകരണത്തോടെ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. മൂന്നാർ VSS ഹാളിലായിരുന്നു ശില്പശാല നടന്നത്. ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഇടുക്കി അങ്ങനെയാണ്. നമുക്ക് വ്യത്യസ്തമായിട്ടാണ് ഓരോരോ വിഭാഗത്തിലാണ് നമുക്ക് കിടക്കുന്നത്. അതിൻ്റെ ഭൂമി ശാസ്ത്രം അനുസരിച്ചാണ് സ്ഥിതി ചെയ്തത്. പക്ഷേ നമുക്ക് ഒരുപാട് വെല്ലുവിളികളാണ് നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു കോവിഡ് സമയത്തിന് മുമ്പായിട്ട് നമുക്ക് കൃഷികളെല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര ഡീപ്പായിട്ടൊന്നും ചെയ്യാത്ത കുറേ ആൾക്കാർ, വീട്ടിൽ തന്നെ ചെയ്യാത്ത ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. ജില്ലയിൽ നിന്നുള്ള കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. VSS ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ മേച്ചേരിൽ, HDS ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ, ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ രമേശൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. VSS ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കമ്പോളത്തുപറമ്പിൽ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജോഷി, നബാർഡ് പ്രതിനിധി അരുൺ MS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഡയാന തോമസ്, മിസ്റ്റ് പ്രൊജക്ട് ഓഫീസർ അമലു മാത്യു തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.